2028 ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചലസ്. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചലസ്. 2024 പാരീസ്. 2032 ബ്രിസ്ബൻ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരിനായർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരിനായർ. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? ഹാൻ കാങ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയായ രാജ്യം ഇന്ത്യ. പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടൻ. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? മോഹൻലാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ഡോക്ടർ എ ജയതിലക്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? അർജന്റീന 3ാമതും കപ്പ് നേടി. ശരിയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് തെറ്റാണ്. 2ാം സ്ഥാനം ഫ്രാൻസ് ആയിരുന്നു. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. അപ്പോൾ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ ബി. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. നിലവിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര്? മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. 2024 പാരാഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? നവ്ദീപ് സിംഗ്. 2024 പാരാഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നവ്ദീപ് സിംഗ്. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ L1. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ.
എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ് സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അമരാവതി. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 15 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചെനാബ് റെയിൽവേ പാലം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് 9 വരെ മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയുടെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ബഗ്ലിഹാർ. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ഇന്ത്യ. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നടന്നത് ഇന്ത്യ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? കെ എൻ ഹരിലാൽ. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖർ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖർ. 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ബിൽ പരിഗണിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ജഗദാംബിക പാൽ. 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് പരിഗണിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി JPCയുടെ ചെയർമാൻ ജഗദാംബിക പാൽ. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത്? വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? രാജ്കുമാർ റാവു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ബോധവൽക്കരണത്തിനായി ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്ന നടൻ രാജ്കുമാർ റാവു. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇ സന്തോഷ് കുമാർ. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻക്യോ. 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് ജൻ വിശ്വാസ് ബിൽ.
അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ബജറ്റ് 2023-24. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ബജറ്റ് 2023-24. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണം. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി M.R. രാഘവ വാര്യർ. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമിയുടെ അച്ഛൻ എന്ന കൃതിയുടെ രചയിതാവ് ഇ. സന്തോഷ് കുമാർ. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഇ. സന്തോഷ് കുമാർ. ഇസ്രയേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരാക്കി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത്? ഓപ്പറേഷൻ അജയ്. ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? B.R. ഗവായി. ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസായി നിയമിതനായത് B.R. ഗവായി. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? മറിയ കൊറിന മക്ക. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഹൈദരാബാദ്.